ഒരു 5 ദിവസത്തെ പ്രഭാഷണ പരിപാടിയാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ഈ സമയത്ത് ഈ സംഘടനയെ സംബന്ധിച്ച് ഈ നാട്ടുകാർക്കും ഈ ഇരിക്കുന്ന ആളുകൾക്കും കൂടുതൽ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. കാരണം കേരളത്തിലുടനീളം മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇസ്ലാമിക പ്രവർത്തന രംഗത്ത്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം 100% സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം, അതിനെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയവരാണ്. അതുപോലെ തന്നെ ഈ മുണ്ടമ്പ്ര യൂണിറ്റ്, ഈ പ്രദേശത്ത്, ഈ മുണ്ടമ്പ്രയിൽ ഈ സംഘടന പ്രവർത്തനം ആരംഭിച്ചത് ബഹുമാനപ്പെട്ട മർഹൂം മുണ്ടമ്പ്ര ഉസ്താദ് അഥവാ മുണ്ടമ്പ്ര ഇബ്രാഹിം മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. ആ മഹാന്റെ കൽപ്പന പ്രകാരം, അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് ഈ സംഘടന ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യകാലത്തൊക്കെ വളരെ പ്രയാസമായിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നെങ്കിലും ഇന്ന് എല്ലാ നിലക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ എല്ലാ മേഖലയിലും ഇതിന്റെ പ്രവർത്തകരും ഇതിനൊക്കെ വേണ്ട സംഘാടകരും മറ്റെല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഒരു കാലത്ത് വളരെ പ്രയാസപ്പെട്ടായിരുന്നു ഇവിടെ ഈ സംഘടന ആരംഭം കുറിച്ചത്. പിന്നീട് വർഷങ്ങളോളം പ്രവർത്തിച്ചു. ഇന്ന് ഈ സംഘടനക്ക് വളരെയധികം സംഘാടകരും മറ്റും അതിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നേടിക്കഴിഞ്ഞു. നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഈ കാണുന്ന ഈ സ്ഥാപനം ദാറുൻ നജാത്ത് ഹയർ സെക്കൻഡറി മദ്രസ, ഈ സംഘടനയുടെ പ്രവർത്തനം കൊണ്ട് ഇവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞതാണ് എന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാം. 150-ൽ പരം വിദ്യാർത്ഥികളും ഈ സ്ഥാപനത്തിൽ ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സ്വതന്ത്രമായി സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പറയുവാനും പ്രചരിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും ഉതകുന്ന രീതിയിൽ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങാൻ കഴിഞ്ഞു എന്നത് ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ഇതൊക്കെ ഈ സംഘടന ഇവിടെ ശക്തമായി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇവിടെ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ ഇന്ന് ഇതിന്റെ സംഘാടകർ വളരെ കൂടുതൽ ആളുകൾ ഇവിടെ മത ഭൗതിക രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളും മറ്റും ഇവിടെ വളരെ കൂടുതൽ ആളുകൾ ഇവിടെ രംഗത്ത് ഉണ്ടായി എന്നത് ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുകയാണ്. ഈ സമയത്ത് കൂടുതലായൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളെല്ലാവരും ഷാഫി ഉസ്താദിന്റെ പ്രഭാഷണ പരിപാടി
കേൾക്കാൻ വളരെ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാം എന്നേറ്റ സൈനുദ്ദീൻ സഖാഫി അവരുകൾ നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുണ്ടായിരിക്കും. SSFന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ മദ്രസയിൽ വർഷങ്ങളോളം പ്രധാന അധ്യാപകനായും സദർ മാലിന്യമായും ജോലി ചെയ്ത് മാത്രമല്ല ഈ മഹല്ലത്തിൽ ഈ പ്രദേശത്ത് മതവിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികളുടെ ഇടയിലും വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വ്യക്തിയും കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ ദാറുൽ നിജാത്ത് മദ്രസ ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് സദർ മാലിന്യമായി അന്ന് ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിനക്ക് സംഘടനാ പ്രവർത്തനത്തിന്റെ തിരക്ക് കാരണം ഇവിടെ കുറച്ച് ഉൾനാടും അതുപോലെ തന്നെ ദൂരെയുമായതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അന്ന് തൽക്കാലം പിന്മാറുകയാണ് ചെയ്തത്. എങ്കിലും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും ഉഷാറായ ഒരു സദർ മാലിമിനെ കിട്ടിയെന്നത് ഞങ്ങൾക്ക് സന്തോഷം തന്നെ. സൈനുദ്ദീൻ സഖാഫി അവർക്ക് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മോട് ഹദ്ദാദ് റാത്തീബി എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഷാഫി ഉസ്താദ്, നാം ഈ വിഷയം തന്നെ ഇവിടെ തിരഞ്ഞെടുക്കാൻ കാരണം ഹദ്ദാദ് റാത്തീബി എന്ന് പറയുമ്പോൾ നമ്മൾ അധിക പേരും സുന്നികൾ അധിക പേരും ദിവസവും നിത്യമാക്കുന്ന ഒരു ദിക്റ്, ഖുർആൻ, അതുപോലെ തന്നെ പദ്യവും ഗദ്യവുമെല്ലാം എല്ലാത്തിന്റെയും ഒരു സമാഹാരമാണ് ഹദ്ദാദ് റാത്തീബി എന്നുള്ളത്. ഇതിനൊക്കെ പല നിരക്കും പല പ്രത്യേകതകളും ഇതിലുള്ള ദിക്റുകൾക്കൊക്കെ പല പ്രാധാന്യങ്ങളും ഇത് സ്ഥിരമായി ചൊല്ലിയാൽ മനുഷ്യനിക്ക് പല നേട്ടങ്ങളും നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. നാം അധിക പേരും അത് പൂർണ്ണമായും മനസ്സിലാക്കാത്തവരായിരിക്കും. ഇനി മനസ്സിലാക്കിയവർ തന്നെ അതിന്റെ ചില ദിക്റുകളെ സംബന്ധിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ആദ്യം മുതൽ അവസാനം വരെ അതിനെ സംബന്ധിച്ച് പഠിച്ചവർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഹദ്ദാദ് റാത്തീബി എന്ന വിഷയം നാം തിരഞ്ഞെടുത്തത്. ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്ന ഷാഫി ഉസ്താദ് അവറുകൾ, അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മുണ്ടമ്പറയുടെ ഒരു അഭിമാനമാണ്. കാരണം മുണ്ടമ്പറ ഇബ്രാഹിം മുസ്ലിയാരുടെ ശേഷം മുണ്ടമ്പറക്ക് ഒരു ഏക അഡ്രസ്സായിട്ട് ഇന്ന് പറയപ്പെടുന്നത് ഷാഫി സഖാഫി മുണ്ടമ്പറയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞാൻ കൂടുതൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നില്ല, അതിന്റെ ആവശ്യവുമില്ല. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മഹല്ല് കാരണവരും നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഒരു രക്ഷാധികാരിയും കൂടിയായ മൊയ്തീൻ കാക്ക അവറുകളാണ്. അദ്ദേഹത്തിന് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് സ്റ്റേജിലുള്ള ഉസ്താദുമാർക്കും
മറ്റെല്ലാ ആളുകൾക്കും എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.